ഹായ് ആൻഡ് വെൽക്കം ടു ജെരൻ PSC. സോ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ പലരും ഓർത്തിരിക്കുന്നത് ഇതൊരു ബാങ്കിങ് എക്സാം ആണ്, അല്ലെങ്കിൽ PSC നടത്താത്ത മറ്റേതെങ്കിലും രീതിയിൽ നടക്കുന്ന ഒരു എക്സാം ആയിട്ടാണ്. പക്ഷെ അല്ല, PSC നടത്തുന്ന ഫസ്റ്റ് എക്സാം ആണ് ഓഫീസ് അറ്റൻഡന്റ്. കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റിലെ ഫസ്റ്റ് എക്സാം ആണ് ഇത്. കാറ്റഗറി നമ്പർ 065/2024. സോ LGS എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു അവസരമാണിത്. കാരണം ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ആ ഒരു ലെവലിൽ LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ്. സോ പോസ്റ്റിനെ കുറിച്ചും സിലബസിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. ഓക്കെ, സോ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് 125. 125 വേക്കൻസി. അത് ആൻറ്റിസിപ്പേറ്റഡ് അല്ല, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വേക്കൻസീസ് ആണ് 125. നമ്മൾ ഈ ഒരു 1 to 3 years ആണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയും പറയുന്നത്. സോ ഈ 1 to 3 yearsനുള്ളിൽ മിനിമം 125 പേർക്കെങ്കിലും ജോലി ഉറപ്പാണ്. സോ അത് കൃത്യമായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പേ സ്കെയിൽ നോക്കാം. 16,500 to 44,050 വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ പറയുന്നത്. ക്വാളിഫിക്കേഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് 7th പാസ്സായ എല്ലാവർക്കും തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം, പക്ഷേ ഡിഗ്രി പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള കോമ്പറ്റീഷനും കുറവായിരിക്കും. ഡിഗ്രി പാസ്സായ ആരും തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 7th പാസ്സായി ഈ ഒരു ടൈം, അതായത് 7th പാസ്സായി ഡിഗ്രി ഇല്ലാത്ത ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിൽ TTC പോലത്തെ കോഴ്സൊക്കെ ഉള്ളവർക്ക് നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എല്ലാവരും ഓർത്ത് വെക്കുക. 15th May 2024. May 15th ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ഇനി അധികം ദിവസമൊന്നുമില്ല. അപ്ലൈ ചെയ്യാത്തവരെല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. കാരണം ഈ ഒരു കുറച്ച് ടൈമിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. സോ എല്ലാവർക്കും ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റും 18 വയസ്സിനും 40 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത്. 40 വയസ്സെന്ന് പറയുന്ന ജനറൽ കാറ്റഗറി ഉള്ളവർക്കും 43 വയസ്സ് വരെ, OBC കാറ്റഗറി ഉള്ളവർക്ക് 43 വയസ്സ് വരെയും, SC/ST വിഭാഗത്തിലുള്ളവർക്ക് 45 വയസ്സ് വരെ ഇതിന് അപ്ലൈ ചെയ്യാം. സോ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അറ്റൻഡ് ചെയ്ത് ജോലി നേടാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണിത്. സോ നമുക്കിനി ഇതിന്റെ സിലബസിലേക്ക് കടക്കാം. സോ കൃത്യമായിട്ടൊരു സിലബസ് നമ്മുടെ ഈ ഒരു ഓഫീസ് അറ്റൻഡന്റ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 7th പാസ് ആ ഒരു ലെവലിലുള്ളത് കൊണ്ട് തന്നെ LGS മെയിൻസിന്റെ ഒരു സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ അതിന്റെ സിലബസ് വരുന്നത് പൊതുവിജ്ഞാനം, അതായത് GK പാർട്ട് 40 മാർക്കാണ്. 40 മാർക്ക് GK പാർട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ്, അനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ് വരുന്നത്. സോ LDC LGS എല്ലാ എക്സാംസിലും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ LGSന് പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിൽ പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്തവർക്ക് കറണ്ട് അഫയേഴ്സ് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഈ ഒരു എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നത് സയൻസ് പാർട്ടാണ്. സയൻസ് 10 മാർക്കിനും പൊതുജന ആരോഗ്യം വരുന്നത് 10 മാർക്കാണ്. നമ്മുടെ ഇംഗ്ലീഷ് മലയാളം സബ്ജക്ട്സ് ഇതൊന്നും തന്നെ LGS എക്സാംസിന് ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും ഈ ഒരു എക്സാമിനും ഇംഗ്ലീഷ് മലയാളം ആ ഒരു പോർഷൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ മാത്സ് വരുന്നത് 20 മാർക്കാണ്. ഓക്കെ, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും ഇതെല്ലാം കൂടി ചേർന്ന് 20 മാർക്കിന് മാത്സും ഉണ്ടായിരിക്കും. സോ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഒക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോർ എത്താനും റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കിൽ എത്താനും സാധിക്കും. ഓക്കെ, സോ ഇനി ഓരോ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവിജ്ഞാനത്തില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ, ഇവയൊക്കെയാണ് 5 മാർക്കിന് വരുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ 5 മാർക്കിന് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പ്രോപ്പർ ആയിട്ടുണ്ട്. അതുകൂടാതെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. സോ 2 പാർട്ടായിട്ട്, ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയും ഇൻഡിപെൻഡൻസിന്റെ ഒരു ഹിസ്റ്ററിയും കൂടിയായിട്ട് 10 മാർക്കാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് മാത്രമായിട്ട് നമുക്കുള്ളത്. സോ ഇന്ത്യൻ ഹിസ്റ്ററി നല്ല രീതിയിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, 10 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം ഉള്ളത്. അടുത്തത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, 5 മാർക്കിനാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഈ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ലീഗൽ റൈറ്റ്സ്, ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. പക്ഷെ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കിൽ എന്ത് വേണേലും ചോദിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കുകയാണ് ഈ ഒരു 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കറിയാം ഒരു 7th അതായത് 10th ലെവലിന് അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസും വരില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും.
അത് കഴിഞ്ഞ് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാനങ്ങൾ, ഇന്ത്യൻ ജോഗ്രഫിയുടെ പോർഷൻ. ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത ടോപ്പിക് വരുന്നത് കേരള ജോഗ്രഫിയാണ്. കേരള ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ്. ഓക്കെ, സോ കേരള ജോഗ്രഫിന്ന് കുറച്ച് ടോപ്പിക്സ് കൂടുതൽ തന്നെ ഉണ്ട്. 10 മാർക്കാണ് കേരള ജോഗ്രഫി വരുന്നത്. ഓക്കെ, സോ അത്രയും ടോപ്പിക്സ് ഉണ്ട്, നമുക്ക് പഠിക്കാനും ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. ഓക്കെ, കേരള ഹിസ്റ്ററിയിൽ നിന്നും 5 മാർക്കിന്റെ ടോപ്പിക്സ് ഉണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഓക്കെ, യൂഷ്വലി ഇതൊരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കാണ്. പക്ഷെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ 5 മാർക്കിന് ഈ ഒരു ടോപ്പിക് ഉണ്ട്. സോ ഈ പോർഷനിൽ വരുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരാത്ത GK ഫാക്ട്സ് പഠിക്കുന്നത് ഈ ഒരു 5 മാർക്ക് നേടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ നമുക്കറിയാം അനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് വരുന്നത്. അടുത്തത് സയൻസ് പാർട്ടാണ്. സയൻസ് പാർട്ടിൽ ജീവശാസ്ത്രം, ബയോളജിന്ന് മാത്രമായിട്ട് തന്നെ 5 മാർക്കുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹ്യ വനവത്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയും ടോപ്പിക്സ് തന്നെ 5 മാർക്കിനുണ്ട്. ഇതിൽ കൂടുതലും ചോദ്യം വരുന്ന ജീവകങ്ങൾ, അപര്യാപ്ത രോഗങ്ങൾ, ഇങ്ങനത്തെ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അത് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സയൻസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ബയോളജി എന്നാണെന്നും ഓർത്ത് വെക്കാം. അടുത്തത് ഭൗതിക ശാസ്ത്രം, രസതന്ത്രം. ഈ 2 ടോപ്പിക്സിനും കൂടി 5 മാർക്കേ ഉള്ളൂ. സോ ആ ടോപ്പിക്സിന് ആ ഒരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കാതെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. സോ ഇത്രയും ടോപ്പിക്സ് ആണ് കെമിസ്ട്രിയും ഫിസിക്സും കൂടി ചേർന്ന് വരുന്നത്. ഓക്കെ, 5 മാർക്സിനുള്ളത്. സോ ബയോളജി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തത് പൊതുജനാരോഗ്യമാണ്. 10 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇത്രയും ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. സോ നമ്മുടെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം രണ്ടും കൂടി ചേർത്ത് നമുക്ക് 15 മാർക്കാണ് വരുന്നത്. ബയോളജിയിൽ തന്നെ 15 മാർക്കോളം ഉണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്ത് വരുന്നത് മാത്സ് ആണ്. മാത്സും മെന്റൽ എബിലിറ്റി. ലഘുഗണിതത്തിൽ 10 മാർക്കാണ് വരുന്നത്. ഏതൊക്കെയാണ്? സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. സോ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിക്കുകയാണ്. ഇതിൽ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 10 മാർക്കും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അടുത്തത് മെന്റൽ എബിലിറ്റി ആണ്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും. ഇതിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, സീരീസ് ഒക്കെ ഉണ്ട്. വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. സോ ഇത്രയും ടോപ്പിക്സ് ആണ് മെന്റൽ എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇതും 10 മാർക്കാണ്. ഓക്കെ, സോ മാത്സ് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 20 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയും ടോപ്പിക്സ് നമ്മുടെ LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. LGS എക്സാമിന് ശേഷമായിരിക്കും മിക്കവാറും ബാങ്കിന്റെ ഈ ഒരു OA എക്സാമും വരുന്നത്. സോ LDC LGS എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ ഈ ഒരു ടൈമിൽ നടക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്കൗട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു ജോലി നമുക്ക് നേടാൻ സാധിക്കും. സോ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ് നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ മെന്റർഷിപ്പോടുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനത്തെ കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ കോഴ്സിന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ആയിട്ടുള്ള എല്ലാ ഹെൽപ്പും, മെറ്റീരിയൽസ് ഉൾപ്പെടെ, മോക്ക് ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവർ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഈ ഒരു എക്സാം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കേരള ബാങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പ്രൊമോഷൻ ഉൾപ്പെടെ ഒത്തിരി ആനുകൂല്യങ്ങളും ഉണ്ടാവും. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. താങ്ക് യു.